2026 നടക്കാനിരിക്കുന്ന ഫുട്ബോൾ ലോകകപ്പിൽ പങ്കെടുക്കുന്ന 48 ടീമുകൾക്കുമുള്ള സമ്മാനത്തുക വർദ്ധിപ്പിക്കാൻ ഫിഫ. ഇത് സംബന്ധിച്ച ചർച്ചകൾ വിവിധ ദേശീയ അസോസിയേഷനുകളുമായി പുരോഗമിക്കുകയാണെന്ന് ഫിഫ വക്താവ് അറിയിച്ചു. ചൊവ്വാഴ്ച വാൻകൂവറിൽ നടക്കുന്ന ഫിഫ കൗൺസിൽ യോഗത്തിൽ ഈ നിർദ്ദേശത്തിന് അംഗീകാരം ലഭിച്ചേക്കും. 2023 മുതൽ 2026 വരെയുള്ള കാലയളവിൽ ഫിഫയുടെ വരുമാനം $11 ബില്യൺ കവിയുമെന്നാണ് നിലവിലെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ വർഷം അമേരിക്കയിൽ നടന്ന 32 ടീമുകളുടെ ക്ലബ് ലോകകപ്പിന്റെ വിജയവും ഫിഫയുടെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കിയിട്ടുണ്ട്. ഡിസംബറിലെ കണക്കുകൾ പ്രകാരം $655 ദശലക്ഷം ആയിരുന്നു മൊത്തം സമ്മാന തുകയായി നിശ്ചയിച്ചിരുന്നത്. പുതിയ തീരുമാനത്തോടെ ഇതിൽ ഗണ്യമായ വർധനവുണ്ടാകും. നിലവിലെ നിർദ്ദേശപ്രകാരം ലോകകപ്പ് ജേതാക്കൾക്ക് $50 ദശലക്ഷം റണ്ണേഴ്സ് അപ്പിന് $33 ദശലക്ഷം ലഭിക്കുക. ആദ്യ റൗണ്ടിൽ പുറത്താകുന്ന ടീമുകൾക്ക് പോലും $9 ദശലക്ഷം ലഭിക്കത്തക്ക രീതിയിലാണ് പദ്ധതി. കൂടാതെ ഓരോ യോഗ്യത നേടിയ രാജ്യത്തിനും തയ്യാറെടുപ്പുകൾക്കായി $1.5 ദശലക്ഷം അധികമായി നൽകും. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിലായി 2026 ജൂൺ 11 മുതൽ ജൂലൈ 19 വരെയാണ് ലോകകപ്പ് നടക്കുക. 2038 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കാനുള്ള താൽപര്യപത്രം ഔദ്യോഗികമായി ഒളിമ്പിക്സ് കൗൺസിൽ ഓഫ് ഏഷ്യയ്ക്ക് നൽകി ഇന്ത്യ. 2030 അഹമ്മദാബാദിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസ്, 2036 ഒളിമ്പിക്സ് എന്നിവയ്ക്ക് പുറമെയാണ് അടുത്ത രാജ്യാന്തരമേള ഇന്ത്യയിലെത്തിക്കാൻ കായിക മന്ത്രാലയം ശ്രമിക്കുന്നത്. ഏഷ്യൻ ബീച്ച് ഗെയിംസ് നടക്കുന്ന ചൈനയിലെ സാനിയയിൽ കഴിഞ്ഞ ദിവസം നടന്ന OCA എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇന്ത്യയുടെ താൽപര്യപത്രം ചർച്ച ചെയ്തതായി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ CEO രഹ്റാം അയ്യർ പറഞ്ഞു. 2038 ഗെയിംസിനുള്ള ആതിഥേയ നഗരത്തെ അടുത്ത 2 വർഷത്തിനുള്ളിൽ മാത്രമേ OCA പ്രഖ്യാപിക്കൂ. ഷെവ്റോൺ ചാമ്പ്യൻഷിപ്പിൽ ഉജ്ജ്വല വിജയം സ്വന്തമാക്കി അമേരിക്കൻ താരം നെല്ലി കോർഡ ലോക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് തിരിച്ചെത്തി. 5 ഷോട്ടുകളുടെ വ്യക്തമായ ലീഡോടെയാണ് കോർഡ കിരീടം ചൂടിയത്. ഇതോടെ തായ്ലൻഡ് താരം ജീനോ തിതികുളിനെ പിന്തള്ളിയാണ് കോർഡ റാങ്കിങ്ങിൽ 1-ാമതെത്തിയത്. 3 സീസണുകൾക്കിടെ നെല്ലി കോർഡ നേടുന്ന 2-ാമത്തെ ഷെവ്റോൺ കിരീടമാണിത്. ശനിയാഴ്ച നടന്ന മത്സരത്തിൽ ടൂർണമെന്റിലെ 54 ഹോൾ സ്കോറിംഗ് റെക്കോർഡിനൊപ്പം എത്തിയെങ്കിലും 20 അണ്ടർ പാർ എന്ന ടൂർണമെന്റ് റെക്കോർഡിന് 2 ഷോട്ട് അകലെ കോർഡയ്ക്ക് നിൽക്കേണ്ടി വന്നു. 2021 വുമൻസ് PGA ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെ നെല്ലി കോർഡയുടെ കരിയറിലെ 3-ാമത്തെ മേജർ കിരീടമാണിത്. വിജയത്തിന് ശേഷം വൈകാരികമായാണ് താരം പ്രതികരിച്ചത്. മാനസികമായി കടുത്ത വെല്ലുവിളി നിറഞ്ഞ ഒരു വീക്കെൻഡ് ആയിരുന്നു ഇത്. വലിയ ലീഡ് നിലനിർത്തുക എന്നത് അത്ര എളുപ്പമല്ല. എനിക്ക് പിന്നിൽ ഉറച്ചു നിന്ന കുടുംബത്തോടും കാഡിയോടും നന്ദി പറയുന്നു, കോർഡ പറഞ്ഞു. ടൂർണമെന്റിൽ കട്ട് ലഭിക്കാതെ ജീനോ തിതികുൾ പുറത്തായതും കോർഡയ്ക്ക് 1-ാം റാങ്കിലേക്കുള്ള തിരിച്ചുവരവ് എളുപ്പമാക്കി.